താരകം തന്നെ നോക്കി ആട്ടിടയൻ നടന്നു. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ പാട്ട് പാടാൻ മുതിരുന്നുമില്ല. ഈ പാട്ട് നമ്മൾ എത്ര തവണ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ് അല്ലെ? അപ്പോ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വന്ന ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിനകത്ത് നമുക്കറിയാം താരകം. ഈ താരകം എന്ന വാക്ക് പല തവണ ഈ പാട്ടിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഈ താരകം എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ശരിക്കും നമുക്കറിയാം, നക്ഷത്രങ്ങൾ അല്ലെ? ആട്ടിടയന്മാർ ഈ താരകത്തെ നോക്കിയാണ് നടന്നത്. താരകമാണ് അവർക്ക് മാർഗദർശിയായത്. നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ അല്ലെങ്കിൽ ഈ ക്രിസ്മസിന്റെ വേളയിൽ നമുക്കും ഒരു താരകമായാലോ? പലപ്പോഴും നമ്മുടെ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും നാം ഒരു താരകമാകുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം നൽകാൻ നമുക്ക് സാധിച്ചാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം.